പോകാൻ ഞാൻ തയ്യാറാ. ചിലരെ പിടിച്ചു കെട്ടാൻ പരാതിയില്ല. ഇന്ന് രാത്രി വിശ്വസിക്കാൻ പറ്റുമോ? പരാജയമില്ല. എനിക്ക് അവസരങ്ങൾ മാത്രമേ ഉള്ളൂ. അവസരങ്ങൾ മാത്രമേ ഉള്ളൂ. പരാജയമില്ല, അവസരങ്ങൾ മാത്രം. സ്തോത്രം. ശ്രദ്ധിച്ചേ, പകൽ മുഴുവനും പ്രസംഗിച്ചു, കുറെ ബൈബിൾ കൊടുത്തു, കുറെ ലെവിലേക്ക് കൊടുത്തു. ഇതെല്ലാം കഴിഞ്ഞിട്ട് വൈകുന്നേരമൊന്ന് വിശ്രമിക്കാൻ നോക്കിയപ്പോഴേ നാട്ടുകാരെല്ലാവരെ പിടിച്ച് അടിച്ചോദിക്കി. നല്ല റോഡിൽ കൂടി വലിച്ചടിച്ചോണ്ട് പോവുക. നാട്ടുകാരല്ലത് കൈകൊണ്ടിരിക്കുക. പൗലോസിനെ ശീലാസിനെ കാരാഗ്രഹത്തെ കൊണ്ട് കൂട്ടി. അവരൊക്കെ അവിടെ പരാതിയില്ല. അവർ പറയുന്ന വാക്ക്, ഇവിടെ എനിക്കൊരു അവസരം, ഇവിടെ എനിക്കൊരു അവസരം. എന്താ? കാരാഗ്രഹത്തെ അടിത്തറ പൊളിക്കാനുള്ള അവസരം. ഇന്ന് രാത്രി അത് വിശ്വസിച്ചൊരു സ്തോത്രം ചെയ്യാൻ പറ്റുമോ? നിന്റെ ജീവിതത്തിൽ ചില അവസരങ്ങൾ തുറക്കാൻ പോവുക. ചില അവസരങ്ങൾ, ചില അവസരങ്ങൾ, ചില അവസരങ്ങൾ. സഹോദരന് ഞാനൊരു അനുഗ്രഹമാണ്. എന്റെ സഹോദരിക്ക് ഞാനൊരു അനുഗ്രഹമാണ്. എന്റെ മാതാപിതാക്കൾക്ക് ഞാനൊരു അനുഗ്രഹമാണ്. എന്റെ കുടുംബത്തിന് ഞാനൊരു അനുഗ്രഹമാണ്. എന്റെ സഭയിലെ വിശ്വാസികൾക്ക് ഞാൻ ശാപമല്ല, ഞാനൊരു അനുഗ്രഹമാണ്. നീ ഒരു അനുഗ്രഹമായിരിക്കും. നിനക്ക് അനുഗ്രഹം വേണ്ടേ? അവരെ പറയാം, ഞാൻ നിന്നെ ഐശ്വര്യമായി അനുഗ്രഹിക്കും. അത് പറയാൻ എനിക്ക് താല്പര്യമുണ്ട്. ഒറ്റ വാക്ക് പറയാം. എങ്ങനെ ഐശ്വര്യം അനുഗ്രഹിക്കും? ഞാൻ നിന്നെ വർദ്ധിപ്പിക്കും. ഞാൻ ആ പദം വായിച്ചു കഴിഞ്ഞ ദിവസം തുള്ളിച്ചാടി. എന്താ കാര്യം അറിയാം? ആ വാക്ക് ഹീബ്രുവിൽ കൊടുത്തിരിക്കുന്നത് റോ ബോ എന്ന രണ്ട് വാക്കാണ്. വർദ്ധിപ്പിക്കും എന്ന വാക്കിന് കൊടുത്തിരിക്കുന്നത് റോ ബോ. ആ വാക്കിന്റെ അർത്ഥം ബി ഇൻ അതോറിറ്റി. ഞാൻ നിന്നെ വർദ്ധിപ്പിക്കുന്ന അധികാരത്തിന്റെ ഉള്ളിലാക്കും. നിന്റെ അകത്ത് പുത്രത്വം ഇറങ്ങിയത് മുതൽ നീ കുറയത്തില്ല. നീ ഇരിക്കുന്ന ഇടം വർദ്ധിപ്പിക്കുന്ന അധികാരത്തിന്റെ അകത്ത്, വർദ്ധിപ്പിക്കുന്ന അധികാരത്തിന്റെ അകത്ത്, വർദ്ധിപ്പിക്കുന്ന അധികാരത്തിന്റെ അകത്ത്. അവളായിരുന്ന മണ്ഡലം തിരിച്ചറിഞ്ഞില്ല. പിശാച് പറയാം ദൈവത്തെ പോലെയാണ്. ഇപ്പൊ ഇരിക്കുന്നതോ ദൈവത്തെ പോലെയാണ്. സ്തോത്രം. അവൾ ഇരിക്കുന്ന മണ്ഡലം അറിയാത്തതോടെ വീണുപോയത്. ഇന്ന് രാത്രി ദൈവത്തിന്റെ കുഞ്ഞെ പിശാച് പറയും, നീ കുറയും, നീ ക്ഷീണിക്കും. നീ മറ്റവൻ കണ്ടോ കാറെടുത്ത് ഓടിക്കും, നീ വാങ്ങത്തില്ല. ഗ്ലോറി. മറ്റവൻ കണ്ടോ കൺവെൻഷൻ നീ പ്രസംഗിക്കത്തില്ല, കാരണം കഴിവില്ല. എന്ന് രാത്രി തിരിച്ചറിയണം. ഞാൻ കുറയുന്ന അധികാരത്തിന്റെ അകത്തല്ല, വർദ്ധിപ്പിക്കുന്ന അധികാരത്തിന്റെ അകത്ത്. ഞാൻ ശുശ്രൂഷയിൽ വർദ്ധിച്ചു വരും. എന്റെ വിദ്യാഭ്യാസത്തിൽ വർദ്ധിച്ചു വരും. എന്റെ തൊഴിലിൽ ഞാൻ വർദ്ധിച്ചു വരും. സന്തോഷത്തോടെ സ്തോത്രം ചെയ്യാൻ പറ്റുമോ? ഞാൻ വിശ്വസിക്കുന്നത് കർത്താവ്, ഞാൻ വിശ്വസിക്കുന്നത് കർത്താവ്, ഞാൻ വിശ്വസിക്കുന്നു. ഞാനത് വിശ്വസിക്കുന്നു. ഞാൻ കുറയത്തില്ല. സൗഖ്യമാക്കുന്ന അധികാരത്തിന്റെ ഉള്ളിൽ, വർദ്ധിപ്പിക്കുന്ന അധികാരത്തിന്റെ ഉള്ളിൽ
ആഴങ്ങൾ കിടക്കാൻ താല്പര്യം സമയം പോലെ എല്ലാ കണ്ണുമടച്ചൊരു നിമിഷം പ്രാർത്ഥിച്ചു. രാത്രി എത്ര തോന്നുന്നു പറയും. ഞാൻ ശുശ്രൂഷയെ ക്ഷീണിക്കത്തില്ല, ഇന്ന് ഞാൻ കരയത്തില്ല. കാര്യം ഞാൻ ഇരിക്കുന്ന ഇടം വർദ്ധിപ്പിക്കുന്ന ഇടം, എന്റെ സമാധാനം വർദ്ധിപ്പിക്കുന്ന അധികാരത്തിന്റെ ഉള്ളിൽ, എന്റെ സന്തോഷം വർദ്ധിച്ചു എന്ന അധികാരത്തിന്റെ ഉള്ളിൽ, എന്റെ സൗഖ്യം വർദ്ധിച്ചു എന്ന അധികാരത്തിന്റെ ഉള്ളിൽ, എന്റെ സഭയിൽ ആത്മാക്കളെ വർദ്ധിപ്പിക്കുന്ന അധികാരത്തിന്റെ ഉള്ളിൽ സ്തോത്രം ചെയ്യാൻ പറ്റുമോ? വിശ്വസിച്ചൊന്ന് സ്തോത്രം ചെയ്യാൻ പറ്റുമോ? ഇതങ്ങനെ തന്നെ ഒന്ന് ഉറച്ചൊരു സ്തോത്രം ചെയ്യാൻ പറ്റുമെങ്കിൽ നിന്റെ കുടുംബത്തിലെ സ്ഥിതി മാറാൻ പോകുക, നിന്റെ സഭയുടെ സ്ഥിതി മാറാൻ പോകുക. ഞാൻ പഴയ തലമുറയല്ല, പുതിയ തലമുറയാണ്. ഞാൻ തിരഞ്ഞെടുക്കപ്പെട്ട തലമുറയാണ്. ന്യൂ ജനറേഷനാ, ന്യൂ ക്രിയേഷനാ ഞാൻ പഴയതല്ല. ഇന്ന് രാത്രി വിശ്വസിച്ചൊരു സ്തോത്രം ചെയ്യാൻ പറ്റുമോ? ഇന്ന് രാത്രി തുറന്ന മനസ്സോടെ ദൈവം സമ്മതിച്ചു പറയാം, ഞാനത് അങ്ങനെ തന്നെ വിശ്വസിക്കുന്നു. ഇന്ന് രാത്രി ഞാൻ വചനത്തെ ഏറ്റെടുക്കും. ഈ വചനങ്ങളാ ദൈവത്തെ മേധാവനെ നമുക്ക് ദൈവസന്നിധിയിൽ അനുഗ്രഹിക്കപ്പെട്ട നല്ല ഒരു സന്ദേശം ദൈവമായ കർത്താവിരിക്കുകയാണ്. തുടർന്നുള്ള നിമിഷങ്ങൾ നമുക്ക് പ്രാർത്ഥനയ്ക്കായി വീണ്ടും തലയില വണക്കാം. അതിന് മുൻപായി ടീമിന്റെ പ്രവർത്തനത്തോടുള്ള ബന്ധത്തിൽ ഈ സഭയുടെ ക്ഷണം സ്വീകരിച്ച് എനിക്കും ഈ ടീമിൽ ക്ഷണം കിട്ടി. കർത്താവിന്റെ വിലപ്പെട്ട ഈ ദാസനി കുടുംബം ഞങ്ങളുടെ വിവിധ സ്ഥലങ്ങളിലായിരുന്ന ഞങ്ങളെ ഈ ടീമിനോടുള്ള ബന്ധത്തിലും എനിക്കും പ്രവർത്തിപ്പാൻ കർത്താവ് ഈ ദിവസങ്ങളിൽ അവസരങ്ങൾ നൽകി തന്നു. അതോർത്ത് രാത്രി ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. വിശേഷാൽ ഈ ടീമിനെ കുറിച്ചുള്ള രണ്ട് കാര്യങ്ങൾ കർത്താവിന് വിലപ്പെട്ട ദാസനി സംഭാഷണം മുൻപോട്ട് വന്ന് പറയുകയും ഈ സെക്ഷൻ പ്രാർത്ഥിച്ച് അദ്ദേഹം പ്രാർത്ഥിക്കുന്നതായിരിക്കും. അതിനെ മുൻപോട്ട് ക്ഷണിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. അനുഗ്രഹിക്കപ്പെട്ട നല്ല ഒരു ആത്മീയ ശുശ്രൂഷ ഇന്ന് രാത്രി കർത്താവ് നമുക്ക് നൽകി തന്നു. സുവിശേഷീകരണത്തിന്റെ ഭാഗമായി ഈ ദിവസങ്ങളിൽ രണ്ട് പകലും വൈകിട്ടുള്ള മീറ്റിങ്ങുകൾ ക്രമീകരിച്ച് വളരെ പ്രാർത്ഥനയോടെ നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാൻ കർത്താവ് അവസരങ്ങൾ നൽകി തന്നു. കർത്താവിന്റെ ദാസൻ പാസ്റ്റർ സുരേഷ് അവരിൽ നിന്ന് അനുഗ്രഹിക്കപ്പെട്ട നല്ല ഒരു സന്ദേശം നമുക്ക് രാത്രി നൽകി തന്നു. നമുക്ക് തുറന്ന ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. പരിശുദ്ധനാകുന്ന ദൈവമേ, സ്വർഗീയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല നിമിഷങ്ങൾക്കായി ഞങ്ങൾ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല സുവിശേഷ പ്രവർത്തനങ്ങൾ ഈ സഭയുടെ ആഭിമുഖ്യത്തിൽ രണ്ട് പകരം ഞങ്ങൾക്ക് കർത്താവ് വേല ചെയ്യുവാൻ ദൈവം ഞങ്ങൾക്ക് അവസരങ്ങൾ നൽകി തന്നു. നൂറുകണക്കിന് ഭവനങ്ങളിൽ പോകുവാൻ, അങ്ങയുടെ മാറ്റമില്ലാത്ത സുവിശേഷം പറയുവാൻ, അനേകരെ നിറകണ്ണുകളോടെ യേശുവിനെ രക്ഷിതാവായി സ്വീകരിപ്പാൻ ദൈവം ഭാഗ്യം നൽകി. അനേകര് പ്രാർത്ഥനയ്ക്കായി ആവശ്യപ്പെട്ടിരിക്കുന്നു. കർത്താവെ, അവരെല്ലാം ഞങ്ങൾ ഓർത്ത് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നു. അതിൽ രോഗികളായി ഭാരപ്പെടുന്നവരുണ്ട്. ദൈവത്തോടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. രാത്രി ദൈവത്തിന്റെ വചനം അയച്ച് നീ അവരെ സൗഖ്യമാക്കണമേ.
ദൈവിക വിടുതൽ ഇന്ന് രാത്രി കർത്താവർക്ക് നൽകി കൊടുക്കേണ്ടതിനായി ഞങ്ങൾ സ്വർഗത്തിലെ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ഇന്ന് രാത്രി മീറ്റിംഗിൽ പങ്കെടുക്കുന്ന ഞങ്ങളുടെ സഹോദരന്മാരെ ഓർക്കുന്നു. അവരെ കർത്താവ് രാത്രി അവിടുന്ന് അനുഗ്രഹിക്കണമേ, മാനിക്കണമേ. ഇന്ന് രാത്രി ഞങ്ങൾ ഒരുമിച്ച് അങ്ങ് അനുഗ്രഹിച്ചതിനായി ഞങ്ങൾ ദൈവത്തിന് നന്ദി പറയുന്നു. ഈ സഭയിലെ വിശ്വാസി കുടുംബങ്ങൾക്കായി സ്തോത്രം ചെയ്യുന്നു. എല്ലാവരെയും യേശുവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. സ്വർഗം ഞങ്ങളെ മാനിച്ചാട്ടെ. അവിടുന്ന് ഞങ്ങളെ പ്രാർത്ഥന കേട്ടതിനായി നന്ദി പറയുന്നു. വരവിനായി ഒരുക്കണം. യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിൽ താഴ്മയോട് അപേക്ഷിക്കും. ദൈവത്തോന്നി കേൾക്കണം. ജീവനുള്ള പിതാവേ, ആമേൻ. ഇന്ന് രാത്രിയിൽ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം ജയം നൽകിയ ദൈവത്തിന് നമുക്ക് മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ യേശു ക്രിസ്തുവിന്റെ കൃപയും നിരന്തരം നമ്മെ നടത്തുന്ന പരിശുദ്ധാത്മാവിന്റെ സമ്മതവും കൂട്ടായ്മയും നാം ഓർത്ത് പ്രാർത്ഥിച്ച സകല വിഷയങ്ങളിലും മുഖത്തും ഈ വാത്സല്യ സഭയുടെ മേൽ ശുശ്രൂഷിക്കുന്ന അങ്ങയുടെ ദാസന്റെ മേൽ, കുടുംബത്തിന്റെ മേൽ, വന്നു ചേർന്ന ദൈവമക്കളുടെ മേൽ, എല്ലാ കർത്താവിന്റെ വിലപ്പെട്ട ദാസന്മാരുടെ മേൽ, ഭൂലോകം പാടുള്ള വിശുദ്ധന്മാരുടെ മേൽ കർത്താവിന്റെ രണ്ടാമത്തെ വേഗപ്രത്യക്ഷത വരെ ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. ഇന്ന് രാത്രികാലം കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം അനുഗ്രഹിച്ച ദൈവത്തിന് ഇന്ന് രാത്രി നമുക്ക് മഹത്വം കൊടുക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവായ യേശുവേ വേഗം വരണമേ. ദൈവം നമ്മെ